അക്ഷരനഗരിയായ കോട്ടയത്തിന്റെ സ്വന്തം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്. യെസ്, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. RIT കോട്ടയത്തിന് മറ്റൊരു പേരുടെ അറിയപ്പെടും ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കോട്ടയം. RIT കോട്ടയത്തിന്റെ വിശേഷങ്ങളും അവിടുത്തെ ക്യാമ്പസ് ലൈഫും നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടറിയാം. വെൽക്കം ടു കീം നാവിഗേറ്റർ ബൈ സിഗ്മ ഗോകുലം. ലെറ്റ്സ് ഗോ. പേരെങ്ങനെയാണ്? കൗശിക് പ്രകാശ്. അപ്പം കൗശിക്, നമുക്ക് കോളേജിൽ ഏതൊക്കെ ബ്രാഞ്ചസ് ആണ് ഉണ്ട്? നമ്മൾ കോളേജിൽ മെയിൻ ആയിട്ട് നമ്മളെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ മെക്കാനിക്കൽ, അതുപോലെ സിവില്, EC, അതുപോലെ പിന്നെ നമ്മളെ കോളേജിൽ മാത്രമുള്ള റോബോട്ടിക്സ് ആൻഡ് AI. അതെന്ന് പറഞ്ഞാൽ ECക്ക് ഒരു സബായിട്ട് വരുന്ന നമ്മളെ കോളേജിൽ മാത്രമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്, റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അങ്ങനെ ഒരു കോളേജ്. പിന്നെ BRക്ക്, പിന്നെ ഇതിനൊക്കെ നമുക്ക് MTech ഉണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും MTech ബാച്ച് ഉണ്ട്. അതുപോലെ MCA, അങ്ങനെ പല ബാച്ചുകളും എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒതുങ്ങുന്നതാണ് നമ്മളെ കോളേജ്. അപ്പൊ എല്ലാത്തിലും ഏകദേശം ഇൻടേക്ക് ഒക്കെ എത്രയുണ്ട്? എല്ലാ കോളേജും നമ്മുടെ ഈ റോബോട്ടിക്സിൽ മാത്രം നമുക്ക് കുറച്ച് സ്റ്റുഡൻസിന്റെ കുറവാണ്. ബാക്കി എല്ലാത്തിലും അറൌണ്ട് 60-65 ഫസ്റ്റ് ഇയേഴ്സ് തന്നെ കയറും. പക്ഷെ നമ്മളെ CS മാത്രം നമുക്ക് രണ്ട് ബാച്ച് ഉണ്ട്. 150 അറൌണ്ട് 150 കുട്ടികൾ CS ഉണ്ട്. ഇപ്പൊ 2 കൊല്ലമായിട്ട് നമ്മള് 150 കുട്ടികളെ എടുക്കുന്നുണ്ട്. ഇവിടുത്തെ ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ ക്ലബ്സിനെ പറ്റി ഒന്ന് പറയാം. ഓക്കെ, ഇവിടെ പ്രധാനമായിട്ടും ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ ക്ലബ്സ് ആണ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. അതിൽ നമ്മൾ ടെക്നിക്കൽ ക്ലബ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ IST, IEEE, IEDC, SAE, ടിങ്കർ ഹബ്ബ് മുതലായ ക്ലബ്ബുകളാണ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. അതിൽ നമ്മൾ IST നോക്കുകയാണെങ്കിൽ തന്നെ ISTയുടെ അണ്ടറിൽ നമുക്ക് ആസ്ട്രോ സൊസൈറ്റി, മെക്കട്രോണിക്സ് ക്ലബ്ബ് മുതലായ 2 ക്ലബ്ബുകളാണ് അവരുടെ അണ്ടറിൽ വരുന്നത്, സബ് സൊസൈറ്റീസ് ആയിട്ട്. അപ്പം ഇവരുടെ അണ്ടറിൽ ധാരാളം ഇവന്റ്സും കോമ്പറ്റീഷൻസ് ഒക്കെ നമ്മൾ നടത്തി വരാറുണ്ട്. ഒരുപാട് ഫ്ലാഗ്ഷിപ്പ് ഇവന്റ് ഉണ്ട് ISTക്ക്. ഫോർ എക്സാമ്പിൾ ഓറ, ആറ്റം. കേരളത്തിൽ ഒട്ടുമുള്ള ധാരാളം സ്റ്റുഡൻസ് അതിവിടെ വന്ന് വരാറുണ്ട്. ഇവിടെ വരാറുണ്ട്, പോവാറുണ്ട്. പിന്നെ നമ്മുടെ അതോടൊപ്പം പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് എമേസിംഗ് ചാപ്റ്റർ അവാർഡ് നമുക്ക് കിട്ടിയത് IST RIT ചാപ്റ്ററിനായിരുന്നു. പിന്നെ മറ്റൊരു സൊസൈറ്റിയാണ് IEEE. നമ്മളിപ്പോൾ ഒരു കേരള ചാപ്റ്റർ നോക്കുകയാണെങ്കിലും കേരള സെക്ഷൻ നോക്കുകയാണെങ്കിലും വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇവിടുത്തെ IEEE ചാപ്റ്ററിനെ കുറിച്ച്. അവരുടെ അണ്ടറിലും ധാരാളം സബ് സൊസൈറ്റീസും ക്ലബ്സ് ഒക്കെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ സിഗ്നൽ പ്രോസസിംഗ് സൊസൈറ്റി, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ സൊസൈറ്റി, അങ്ങനെ ഒരുപാട് സൊസൈറ്റീസ് ഇവിടെ വരുന്നുണ്ട്. അവരുടെ അണ്ടറിലും ധാരാളം ഇവന്റ്സും ഒരുപാട് ഗ്രാൻഡ് ഒക്കെ നമുക്ക് കിട്ടാറുണ്ട്. നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ ലാസ്റ്റ് ഇയർ പാസ് ഔട്ട് ആയ ഒരു സ്റ്റുഡന്റ് ISCയിൽ പോയിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ധാരാളം അച്ചീവ്മെന്റ്സ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള IEDC ആണ് എനിക്ക് പറയാനുള്ളത്. IEDC എന്ന് പറയുന്നത് നമ്മുടെ കേരള സ്റ്റാർട്ട് മിഷന്റെ അണ്ടറിൽ വരുന്ന ഒരു അതാണ്. അപ്പം നമുക്ക് അവരുടെ അണ്ടറിൽ തന്നെ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പം സ്റ്റുഡൻസിൽ ഒരു ഓണ്ടർപ്രണർഷിപ്പ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക, ഒരു ഇന്നോവേഷൻ ഉള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശമായിട്ടുള്ളത്. പിന്നെ വേറൊരു സൊസൈറ്റിയാണ് ഇവിടെ SAE, സൊസൈറ്റി ഓഫ് ഓട്ടോമേറ്റീവ് എഞ്ചിനീയേഴ്സ്. അപ്പോൾ ധാരാളമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു സൊസൈറ്റിയാണ്. ഇവരുടെ അണ്ടറിൽ ധാരാളം ഇവന്റ്സും കോമ്പറ്റീഷൻസ് ഒക്കെ നമ്മൾ പോകാറുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ EBAHA നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾ ഡിസൈനിങ് ടീമാണ്. പിന്നെ ABAHA ഓട്ടോണോമസ് ഡിസൈനിങ് ടീമാണ്. പിന്നെ ഡ്രോൺ ഡിസൈനിങ് കോമ്പറ്റീഷൻസിന് ധാരാളം പോകാറുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ കോമ്പറ്റീഷൻസിലും നമ്മൾ എല്ലാ വർഷവും നമ്മൾ എയർ
ടോപ്പ് 10 റാങ്കിനുള്ളിൽ തന്നെ നമ്മൾ എപ്പോഴും വാങ്ങിക്കാറുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ടോർക്കെക്സ് ടീം ഉണ്ട്. അതായത് നമ്മുടെ ഫോർമുല കാർഡിന്റെ ഡിസൈനിങ് ടീമാണ്. ഒരു 2 months ബാക്ക് നമ്മൾ ഒരു FKDCയുടെ കോമ്പറ്റീഷന് പോവുകയും അവർക്ക് Air 2 റാങ്ക് കിട്ടുകയുണ്ടായിരുന്നു. അതുപോലെ ധാരാളം ക്ലബ്സും, അതായത് കുട്ടികൾക്ക് മാക്സിമം ടെക്നിക്കൽ ആകട്ടെ നോൺ ടെക്നിക്കൽ ആകട്ടെ എല്ലാവിധ കാര്യങ്ങൾക്കും അവർക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരുപാട് ക്ലബ്സ് RIT പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി ഒരു ക്ലബ്ബ് എന്ന് പറയുമ്പോൾ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ക്ലബ്സ് ആണ്. അത് നമുക്ക് നമ്മുടെ ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ട്, റിതം ബാൻഡ്. നമ്മൾ ധാരാളം ഇവന്റ്സ് ഒക്കെ നടത്താറുള്ള ഒരു അടിപൊളി ബാൻഡാണ്. പിന്നെ നമ്മുടെ ഡാൻസ് ക്ലബ് ഉണ്ട്, ട്രൈറ്റൻസ്. പിന്നെ അതുപോലെ നമുക്ക് ഒരു ലിറ്ററി ക്ലബ് ഉണ്ട്, ശാബ്ദിക. പിന്നെ നമുക്കൊരു ക്വിസ് ക്ലബ് ഉണ്ട്, ബോധി. പിന്നെ നമുക്കിവിടെ ഫോട്ടോഗ്രാഫിയുടെ ഒരു താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടി അവിടെ ഒരു ഫോട്ടോഗ്രാഫിക് സൊസൈറ്റി ഒക്കെ നമുക്കുണ്ട്. പിന്നെ ഡ്രാമ ക്ലബ് ഉണ്ട്, വിഭവ. അങ്ങനെ ധാരാളം ക്ലബ്സും സൊസൈറ്റീസും ഒക്കെ ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുള്ള ഒരു NSS യൂണിറ്റും ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. നല്ല ക്യാമ്പ്സും പിന്നെ രുദ്രസേനയുടെ അണ്ടറിൽ ഒരുപാട് ബ്ലഡ് ഡൊണേഷൻസും ഒക്കെ നമ്മൾ നടത്തി വരാറുണ്ട്. നമുക്ക് ഒരു സ്റ്റുഡൻറ്റിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ വളരെ ഇന്ററാക്റ്റീവും അവരുടെ കഴിവുകളെയൊക്കെ ഉയർത്തിക്കൊണ്ട് വരാനൊക്കെ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന ഒരു കോളേജാണ്. നമ്മൾക്ക് കോളേജിൽ തന്നെ ക്യാൻറ്റീൻ ഉണ്ട്, കഫറ്റീരിയ ഉണ്ട്. അവിടുത്തെ ഫുഡൊക്കെ ആക്ച്വലി നല്ല ഫുഡാണ്. പിന്നെ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് കോപ്പറേറ്റീവ് സ്റ്റോറുണ്ട്. അപ്പോൾ നമുക്ക് മോസ്റ്റ്ലി വേണ്ട എല്ലാ കാര്യങ്ങളും കോളേജിൻ്റെ ഉള്ളിലൊക്കെ തന്നെ ഉണ്ട്. അതിൻ്റെ അടുത്ത് നല്ല ഫുഡ് സ്പോട്ട്സ് ഒക്കെ ഉണ്ട്. അതുപോലെ ഇവിടെ സ്വിഗ്ഗി, സൊമാറ്റോ ഡെലിവറീസ് ഒക്കെ അവൈലബിൾ ആണ്. അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് PGയിൽ നിൽക്കുന്നവർക്ക് ഈ സ്വിഗ്ഗി, സൊമാറ്റോ ഒക്കെ ഒരുപാട് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ലതായിരിക്കും. പിന്നെ കോളേജിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇവിടെ ഹോസ്റ്റൽസ് ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്വിഗ്ഗി, സൊമാറ്റോ ഡെലിവറി ഒക്കെ കോളേജിൻ്റെ ഉള്ളിലോട്ട് തന്നെ അവൈലബിൾ ആണ്. ഹോസ്റ്റൽസിൽ അറൗണ്ട് 400 സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹോസ്റ്റൽസ് ആണുള്ളത്. കീം അഡ്മിഷൻ ടൈമിൽ തന്നെ ഫോം ഫില്ല് ചെയ്താണ് നമ്മൾ ഹോസ്റ്റൽസിലേക്കുള്ള ആപ്ലിക്കേഷൻ എടുക്കുന്നത്. അതിൽ ഡിസ്റ്റൻസ് ആൻഡ് ഇൻകം അതിൻ്റെ ബേസിലാണ് അലോട്ട്മെൻറ്റ് ചെയ്യുന്നതും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അലോട്ട് ചെയ്യുന്നതും. ഹോസ്റ്റൽ റൂംസ് എല്ലാം തന്നെ സ്പേഷ്യസ് ആണ്. അതുപോലെ അതിൻ്റെ സ്പേസ് അനുസരിച്ച് 3-4 പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഉള്ളത്. അപ്പം നമുക്ക് ഗവൺമെൻറ് ഹോസ്റ്റൽസിൽ അലോട്ട്മെൻറ്റ് കിട്ടിയില്ലെങ്കിലും അടുത്ത് തന്നെ ഒരുപാട് PGs ആൻഡ് പ്രൈവറ്റ് ഹോസ്റ്റൽസ് അവൈലബിൾ ആണ്. PGസിലേക്കും പ്രൈവറ്റ് ഹോസ്റ്റൽസിലേക്കുള്ള അഡ്മിഷൻ എല്ലാം തന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ സീനിയേഴ്സ് എല്ലാം അവൈലബിൾ ആയിരിക്കും. അഡ്മിഷൻ ടൈമിൽ തന്നെ നമുക്ക് പോയി എടുക്കാവുന്നതാണ്. അതുപോലെ ഡേ സ്കോളേഴ്സിനായിട്ട് കോളേജ് ബസ് ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. അപ്പം ഇവിടുത്തെ ഫാക്കൽറ്റീസ് ഒക്കെ എങ്ങനെയാണ്? നമ്മുടെ ഫാക്കൽറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ഫ്രണ്ട്ലിയാണ്. നമ്മളെ എല്ലാ ഫാക്കൽറ്റീസ്, ഏത് ഡിപ്പാർട്ട്മെന്റിലെ ഫാക്കൽറ്റി ആയാലും നമ്മളോട് നമ്മളെ വീട്ടിൽ പോലെ തന്നെ നമുക്ക് എന്ത് കാര്യത്തിനും അവരെ അപ്രോച്ച് ചെയ്യാം. എപ്പോഴാണ് ഏത് സമയത്ത് വിളിച്ചാലും അവർക്ക് ബുദ്ധിമുട്ടില്ല. ഏത് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ അവർ ഹാപ്പിയാണ്. നമുക്കായിട്ട് നമുക്ക് ഇവിടെ എടുത്തു ചോദിക്കും. അവർ ഇന്ത്യകളിലെ കാര്യമായാലും എല്ലാ കാര്യത്തിനും അവർ നമ്മളെ തന്നെ പ്രഷർ ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് അവർ നമ്മൾ പറയും നമുക്ക് ഇത് ചെയ്യണം. നമ്മളെല്ലാ കാര്യത്തിനും വളരെ സപ്പോർട്ടാണ് നമ്മള് ഫാക്കൽറ്റി ഒക്കെ. പൊളിറ്റിക്സും രാഷ്ട്രീയമൊക്കെ ഉള്ള ഒരു കോളേജാണ് നമ്മുടെ RIT. ഇവിടെ വിദ്യാർത്ഥി സംഘടനകളും യൂണിയനും എല്ലാം പ്രവർത്തിച്ചു വരുന്നുണ്ട്. 2 മാസം മുമ്പായിരുന്നു നമ്മുടെ കോളേജിന്റെ ഇലക്ഷൻ നടന്നിരുന്നത്. അപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളാകട്ടെ, കോളേജിലെ കാര്യങ്ങളാകട്ടെ, വിദ്യാർത്ഥികളുടെ ഓരോ ആവശ്യങ്ങളാകട്ടെ, അത് കോളേജിനെ അറിയിക്കുകയും അല്ലെ യൂണിവേഴ്സിറ്റി തലത്തിൽ അറിയിക്കാനും എല്ലാം തന്നെ നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥി സംഘടനകളും യൂണിയനും എല്ലാം തന്നെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. പിന്നെ യൂണിയൻ അണ്ടറിൽ ധാരാളം പരിപാടികളും ഇവിടെ നടത്തി പോരാറുണ്ട്. നമ്മൾ വിദ്യാർത്ഥികളുടെ കാര്യം മാത്രമല്ല, നമ്മൾ കോളേജിന്റെ പുറത്തുള്ള കാര്യങ്ങളാണെങ്കിലും സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതും നമ്മുടെ വിദ്യാർത്ഥി സംഘടനകൾ എന്നും മുന്നിൽ തന്നെയാണ്. കോളേജ് കഴിഞ്ഞ് 4 മണിക്ക് കോളേജ് വിട്ട് കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് ഇവിടെ ഗ്രൗണ്ട് എപ്പോഴും നമ്മളത് ആക്റ്റീവ് ആയിരിക്കും. ഇവിടെ അതുപോലെ തന്നെ ലാബ്സ് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. ജിമ്മ്, അതിനുശേഷം എല്ലാവരും ജിമ്മിലോട്ട് വരും. അങ്ങനെ കോളേജിന്റെ മുന്നിൽ നമുക്ക് ആക്റ്റീവായിട്ട് എല്ലാവർക്കും ഹാങ് ഔട്ട് ചെയ്യാൻ എല്ലാ സ്പേസസ് ഒക്കെ അവൈലബിൾ ആണ്. പറയുകയാണെങ്കിൽ കോളേജിന്റെ അടുത്തുള്ള ഹാങ് ഔട്ട് സ്പോട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് അരുവിക്കുഴി വാട്ടർഫാൾസ് ഉണ്ട്, ഇല്ലിക്കൽ കല്ല്, ഇപ്പൊ നമ്മളെ എല്ലാവർക്കും സുപരിചിതമായ വാഗമണ്ണ്, ഗവി, കുമളി, ഇതൊക്കെ നമ്മളെ കോളേജിന്റെ ഏകദേശം അറൗണ്ട് ആയിട്ട് തന്നെ വരുന്ന സ്പോർട്സ് ആണ്.
എഞ്ചിനീയറിംഗ് പഠനത്തിനോടൊപ്പം കലാ കായികം മറ്റ് വിദ്യാർത്ഥികളുടെ അഭിരുചികൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന കോളേജാണ് RIT എഞ്ചിനീയറിംഗ് കോളേജ്. ഇവിടുത്തെ ആർട്സ് ഫെസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ കേരള എഞ്ചിനീയറിംഗ് വൺ ഓഫ് ദ ബെസ്റ്റ് ടെക്നോ കൾച്ചറൽ ഫെസ്റ്റായ റിതു നടക്കുന്നത് ഞങ്ങൾ കോളേജിലാണ്. പ്രതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 ദിവസത്തെ പരിപാടിയാണ്. 3 ദിവസത്തിൽ ടെക്നിക്കൽ വൈസായിട്ടും ജോബ് വൈസായിട്ടും കുറേ വർക്ക്ഷോപ്പുകൾ നടക്കുന്നതാണ്. പിന്നെ പ്രോ ഷോസ് ആണ് അതിനെക്കുറിച്ച് കൂടുതൽ പറയാനുള്ളത്. ഇതിന് വളരെ കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ മികച്ച ആർട്ടിസ്റ്റുകളെ കൊടുത്തിട്ടാണ് പ്രോ ഷോ നടത്താറ്. പിന്നെ RITയുടെ സ്വന്തം കൾച്ചറൽ ഫെസ്റ്റാണ് കേളി. കേളിയിൽ നമ്മൾ വിദ്യാർത്ഥികളുടെ പലതരം കലാപരമായ അഭിരുചികൾ ചെയ്യാറുണ്ട്. ഒപ്പന ആയിക്കോട്ടെ, പലവിധ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് RITയുടെ സ്പോർട്സ് മീറ്റായ ആരവം. പിന്നെ അതുപോലെ തന്നെ ഫ്രഷേഴ്സിന് എക്സ്ക്ലൂസീവായിട്ട് ഫ്രഷേഴ്സ് ഡേ നടത്താറുണ്ട്. അതിൽ ഫ്രഷേഴ്സ് ഡാൻസും കാര്യങ്ങളും കൾച്ചറൽസും എല്ലാം ബന്ധപ്പെടാറുണ്ട്. ഇവിടെ ഓണം ആയിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, യൂണിയൻ്റെ കയ്യിലും കുറേ പരിപാടികൾ വരുന്നതാണ്. ഒരു വർഷം നോക്കുകയാണെങ്കിൽ 10-20 ഫെസ്റ്റുകൾ നമ്മുടെ യൂണിയൻ്റെ അണ്ടറിലും ടെക്നിക്കലായിട്ടും നോൺ ടെക്നിക്കലായിട്ടും നടക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ കലയായിക്കോട്ടെ, കായികമായിക്കോട്ടെ, എല്ലാത്തിനും ഒപ്പം നിൽക്കുന്ന വളരെയധികം നല്ല ഫാക്കൽറ്റീസും കാര്യങ്ങളുമാണ് നമ്മുടെ കോളേജ്. യൂണിയൻ അതുപോലെ തന്നെ എല്ലാത്തിനും ഒപ്പം നിൽക്കുന്നതാണ്. ലൈബ്രറി ഫെസിലിറ്റി, പിന്നെ സ്റ്റഡി ഏരിയ, നമ്മുടെ ഈ സീരിയസ് എക്സാമിനൊക്കെ വരുമ്പോഴേക്കും പഠിക്കാൻ പ്രത്യേകിച്ച് ഒരു ഫുള്ളൊരു വനം സെറ്റപ്പ്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു അറ്റ്മോസ്ഫിയർ? നമ്മളെ കോളേജിൽ വലിയൊരു കോളേജാണ് നമ്മളെ കോളേജ് പറയുന്നത്. അപ്പോൾ കൂടുതലും കാടൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ ലൈബ്രറി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നല്ല ഫെസിലിറ്റി ഉള്ള ലൈബ്രറിയാണ്. അത് കൂടാതെ നമ്മൾ പുതിയൊരു ലൈബ്രറി ബ്രാഞ്ച്, ഒരു ലൈബ്രറി ബിൽഡിംഗ് കൂടി കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, നമ്മളെ ലൈബ്രറി എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും എല്ലാ വർക്കിംഗ് ഡേയ്സിലും ഉണ്ട്, ഓപ്പൺ ആണ്. 6 o'clock വരെ എല്ലാവർക്കും എല്ലാ ടൈമിലും ഓപ്പൺ ആവും. കുട്ടികൾ കൂടുതലായിട്ട് അവിടെ പോയി പഠിക്കും. ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ആയ സ്ഥലമാണ്. അതിൻ്റെ അടുത്ത് തന്നെ കഫ്റ്റീരിയ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് സുഖമായിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ സുഖമാണ്. പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഓരോ കോർണേഴ്സ് ഉണ്ട്. ഇപ്പോൾ സിവിൽ കോർണർ, അതുപോലെ ഡിപ്പാർട്ട്മെന്റ് EC ഇലക്ട്രിക്കൽ കോർണർ, മെക് കോർണർ, എല്ലാ കോർണറുകളുണ്ട്. അപ്പം അവിടെയൊക്കെ കുട്ടികൾ വന്നിരുന്ന് സംസാരിക്കുക പഠിക്കും. പിന്നെ നമ്മുടെ ഈ കോളേജിൽ കൂടുതലും ഒരു 50-50 ആണ്. നമ്മൾ 50% ഹോസ്റ്റലേഴ്സും 50% ഡേ സ്കോളേഴ്സും. ഡേ സ്കോളേഴ്സ് നല്ല കൂടുതലുള്ള ഒരു കോളേജ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ ഇവിടെ പഠിക്കും, ബാക്കിയുള്ളവർ വീട്ടിൽ പോയിട്ടും ഹോസ്റ്റലിൽ നിന്നായിട്ടാണ് കൂടുതലായിട്ട് ഈ പഠിക്കുന്ന കാര്യത്തിൽ ചെയ്യാറ്. ശരി. KTUയുടെ അണ്ടറിൽ വരുന്ന കോളേജിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോളേജാണ് RIT കോട്ടയം. നമ്മുടെ CGPC, അതായത് കരിയർ ഗൈഡൻസ് ആൻഡ് പ്ലേസ്മെൻറ്റ്സ് എല്ലാമാണ് ഇവിടെ പ്ലേസ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും ഗൈഡൻസ് എല്ലാം കൊടുക്കുന്നത്. 3rd ഇയർ മുതലേ തന്നെ നമ്മളിവിടെ കോളേജിൽ പ്ലേസ്മെൻറ്റ്സിനായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തു വരുന്നുണ്ട്. ഒരു സ്റ്റുഡൻറ്റ് എങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നു, ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എങ്ങനെ വർദ്ധിപ്പിച്ചെടുക്കാം, എങ്ങനെ നമ്മളൊരു ജോബിന് വേണ്ടിയുള്ള സ്കിൽ എങ്ങനെ അക്വയർ ചെയ്യാം മുതലായ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ CGPC ഇവിടെ ട്രെയിനിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആയിട്ടുള്ള ഒരു പ്ലേസ്മെൻറ്റ് റെക്കോർഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ CESന് മെയിനായിട്ട് പ്ലേസ്മെൻറ്റ്സ് വരുന്നത് മോസിലോർ, ഇൻഫോസിസ്, IBM, കോഗ്നിസെൻറ്റ് മുതലായ ധാരാളം കമ്പനീസ് ഇവിടെ CESന് പ്ലേസ്മെൻറ്റിന് വരുന്നുണ്ട്. ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കോർ പ്ലേസ്മെൻറ്റ്സ് ധാരാളം വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ കോർ ടെക്നോളജീസ്, HCL ടെക്. ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ശോഭ കൺസ്ട്രക്ഷൻസ്, L&T പോലുള്ള ധാരാളം കമ്പനീസ് ഇവിടെ പ്ലേസ്മെൻറ്റ്സിന് വരുന്നുണ്ട്. പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജസ് എന്ന് നമുക്ക് RITനെ പറയാൻ പറ്റും. നമ്മളെ കോളേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അക്കാദമിക്സിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്പോർട്സും എല്ലാവിധ സ്പോർട്സും നമ്മൾ
കൊണ്ട് നടക്കുന്നതാണ്. അപ്പോൾ അതിലിപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് നമ്മളെ ഗ്രൗണ്ട് വരുന്നത്. സ്പോർട്സ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ക്രിക്കറ്റ്, ഫുട്ബോള്, വോളിബോള്, ഹാൻഡ്ബോള് എല്ലാം നമുക്കിവിടെ ഉണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഖോ, കബഡി, ടേബിൾ ടെന്നീസ് ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മളെ ഈ സ്പോർട്സ് ഐറ്റംസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഓരോ ഇവൻറ്റ്സ് ആയിട്ട്, ഇപ്പോൾ നമുക്ക് മെക്കിലാണെങ്കിൽ കിക്ക് ഓഫ്, അതേപോലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സും ഓരോ ഇവൻറ്റ്സ് നടത്തുന്നുണ്ട്. കിക്ക് ഓഫ് ഫുട്ബോളിൻ്റെയാണ്, അതുപോലെ റീബൗണ്ട്, അതുപോലെ ഓരോ ഇവൻറ്റ്സും നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസും ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ ഇൻ്റർസോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ KTUവിലെ ഇൻ്റർസോണിൽ നമ്മൾ എല്ലാ പ്രാവശ്യം ഇൻ്റർസോണിൽ സി സോണിലും ഇൻ്റർസോണിലൊക്കെ നമ്മൾ ഓരോ പ്രൈസ് അടിക്കാറുണ്ട്. അതുപോലെ തന്നെ KTUവിൻ്റെ ഫുട്ബോൾ ടീമിൽ വരെ നമ്മുടെ 2 പ്ലേയേഴ്സ് കളിക്കുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ മെയിനായിട്ട് വരുന്നത് 2 ജിം വരുന്നുണ്ട്. 2 സെപ്പറേറ്റ് ജിംസ്, മെന്നിന് വേറെയും ലേഡീസിന് വേറെ ആയിട്ട് 2 ജിം വരുന്നുണ്ട്. ക്ലാസിന്റെ ടൈമിങ്സ് എങ്ങനെയായിരിക്കും വരുന്നത്? ക്ലാസ് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ 9 o'clock to 4 o'clock, അതാണ് നമ്മുടെ ടൈമിംഗ്. അത് കഴിഞ്ഞാലും നമ്മൾ 4 o'clock കഴിഞ്ഞാലും നമ്മുടെ 6 o'clock വരെ നമ്മുടെ കോളേജ് ഒക്കെ ഓപ്പൺ ആയിരിക്കും. 6 o'clock നമ്മൾ ഡിപ്പാർട്ട്മെന്റ് അടയ്ക്കുള്ളൂ. അപ്പോൾ അതുവരെ കുട്ടികൾക്ക് ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കണോ അതോ ഡിപ്പാർട്ട്മെന്റ് സ്പെൻഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി നമ്മുടെ കോളേജിലുണ്ട്. പിന്നെ ബാക്കി ഏത് കാര്യത്തിനായാലും 6 മണി വരെ എല്ലാം ഓപ്പണാണ്. നമുക്ക് ക്യാമ്പസ് ഇപ്പോൾ എത്ര മണിക്ക്? ക്യാമ്പസ്, നമ്മുടെ ക്യാമ്പസ് പറയുമ്പം നമ്മള് മെയിൻ ഗേറ്റ് ഈ ഗേൾസ് കർഫ്യൂവിന്റെ ആ സമയമാകുമ്പോഴേക്കും 9 o'clock ക്ലോസ് ചെയ്യുക. 9 o'clock ശേഷം നമുക്ക് എൻട്രി ഇല്ല. 9 o'clock വരെ എല്ലാവർക്കും എൻട്രി ഉണ്ട്, ഒരു കുഴപ്പമില്ല. ശരി. ക്യാമ്പസിന്റെ അകത്താണ്. MHും LHും ക്യാമ്പസിനകത്താണ് രണ്ടും. അതുപോലെ MHന് പറഞ്ഞാല് കർഫ്യൂ ഇല്ല, അതുകൊണ്ട് തന്നെ അവർക്ക് ഏത് സമയത്തും പുറത്തു പോകാൻ കുഴപ്പമില്ല. പക്ഷെ LHന് 3 LH ഉണ്ട് നമുക്ക്. അപ്പൊ ആ 3 LHലും 9:30 ആണ് നമ്മളെ കർഫ്യൂ. അല്ല, അപ്പൊ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ MH ക്യാമ്പസിന്റെ അകത്തല്ല. അതെ. അപ്പൊ 24 hours കർഫ്യൂ എന്ന് പറഞ്ഞു. അല്ല, കർഫ്യൂ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോ അവർക്ക് പുറത്തോട്ട് പോയിട്ട് വരാൻ പറ്റുള്ള അല്ല, വഴിയുണ്ട്, വേറെ വഴി. അതെ. നമ്മള് മെയിൻ ഗേറ്റ്, ഇത് വണ്ടികളൊക്കെ പ്രവേശിക്കുന്ന ഗേറ്റുകൾ, അതൊന്നും നമ്മൾ എൻട്രി ഇല്ലാന്നേ ഉള്ളൂ. അല്ലാതെ നമുക്ക് സ്റ്റുഡൻസിന് പുറത്തിറങ്ങാനുള്ള ചെറിയ ഫെസിലിറ്റി ഓക്കെ. ശരി. എല്ലാ ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലും സ്റ്റുഡന്റ് ഡെവലപ്മെന്റ് സെന്റർ SDCയുടെ കീഴിൽ ധാരാളം ഇവന്റ്സും കോമ്പറ്റീഷൻസും നടത്തി വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോളേജിൽ ഒരു ഇന്റേൺഷിപ്പ് സെൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. കുട്ടികൾക്ക് എങ്ങനെ എത്രയും വേഗം ഒരു ഇന്റേൺഷിപ്പ് അക്വയർ ചെയ്യാം, അതിനുവേണ്ടിയുള്ള എല്ലാ സഹകരണങ്ങളും എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ലാബ് ഫെസിലിറ്റീസ് എങ്ങനെയാണ്? നമുക്കിപ്പോൾ പ്രോജക്ട്സ്, നിങ്ങൾക്ക് കുറച്ച് കോമ്പറ്റീഷനൊക്കെ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് ഇവരുടെ ഈ ലാബ് സ്റ്റാഫിൻ്റെയും ലാബ് ഫെസിലിറ്റീസിൻ്റെയും? നമ്മളെ ലാബ് എന്ന് പറഞ്ഞാൽ എല്ലാം വെൽ എക്യുപ്ഡ് ആണ്. എല്ലാത്തിലും ഏത് കാര്യത്തിലായാലും നമ്മുടെ ലാബിലെല്ലാം അവൈലബിൾ ആണ്. നമ്മളെ കോളേജിൽ നിന്ന് അതുപോലെ ഒരു ബാഹ ടീമുണ്ട്. അതുപോലെ അവര് എല്ലാ കൊല്ലം കോമ്പറ്റീഷൻ. അതുപോലെ ടോർക്സ് ആണ് 2 കൊല്ലമായിട്ട് Air 3 അടിച്ചിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ കൊല്ലം Air 2 ആ. അപ്പൊ അങ്ങനത്തെ കാര്യത്തിലൊക്കെ നമ്മളെ കോളേജ്. അതുപോലെ നമ്മൾ സൈക്കിൾ, ഇലക്ട്രിക്കൽ സൈക്കിൾ, നമ്മൾ അങ്ങനെ എല്ലാത്തിനും നമ്മൾ പ്രൈസും അടയ്ക്കുന്നുണ്ട്. എല്ലാം നമ്മൾ പോണ കോമ്പറ്റീഷനൊക്കെ നമുക്കൊരു പ്രൈസ് ഉറപ്പാണ്. അപ്പൊ അങ്ങനത്തെ കാര്യത്തൊക്കെ നമ്മൾ ഭയങ്കര ഉഷാർ തന്നെയാണ് നമ്മളെ എല്ലാ കാര്യത്തിലും. ഇപ്പോൾ ലാബായാലും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അതിൻ്റെതായ ലാബുണ്ട്. അതിന് വേണ്ടിയുള്ള ഫാക്കൽറ്റീസും ഉണ്ട്. നമ്മളെ ഈ ടോട്ടലി നമ്മളെ ഈ രാജീവ് ഗാന്ധി എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുക നമ്മൾ ഗവൺമെന്റ് അല്ലാതെ, ശരിക്കും GC കോട്ടയാണ്. അതെ, പ്യുവർലി ഗവൺമെന്റ് ആണ്. പക്ഷെ അത് രാജീവ് ഗാന്ധി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നതേ ഉള്ളൂ. പക്ഷെ മെയിൻലി ഇത് കോട്ടയം ഗവൺമെന്റ് കോളേജാണ്. ശരി, നമ്മളെ കോളേജിന്റെ അക്കാഡമിക്സ് എടുക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ KERF റാങ്കിങ്ങിൽ നമ്മളെ കോളേജിന് 7th റാങ്കാണ്. അതുപോലെ നമ്മുടെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് മാത്രം എടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ കോളേജ് 3rd റാങ്കിങ്ങിൽ വരുന്നുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ 25-26 ബാച്ചിൻ്റെ പാസ് ഔട്ടിൻ്റെ പെർസെൻറ്റേജ് പറയുമെങ്കിൽ 92.2% നമുക്ക് പാസ് ഉണ്ട്. അത് അത്രയും നല്ലൊരു റിസൾട്ട് നമുക്ക് ഈ കോളേജിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ മെയിൻ എന്താ പറയുക, നമ്മുടെ ഈ ഫാക്കൽറ്റീസും നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറും ഒക്കെ തന്നെയാണ്. സീനിയേഴ്സൊക്കെ വളരെ എന്താ പറയുക സപ്പോർട്ടീവ് ആയിട്ടുള്ള സീനിയേഴ്സാണ്. വേറെ റാഗിങ് പോലുള്ള വിഷയങ്ങളൊന്നുമില്ല. സാധാരണ ഒരു ഗവൺമെൻറ് കോളേജ് ആകുമ്പോൾ പൊതുവേ റാഗിങ് ഉണ്ടാവും എന്നുള്ളൊരു ഇത് പിന്നെ പൊതുവെ ആൾക്കാരുടെ ഇടയിലുണ്ട്. അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല.
വളരെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ടീവ് ആയിട്ടുള്ള, ഇപ്പം നമ്മളൊരു പരിപാടി ഓർഗനൈസ് ചെയ്യുവാണെങ്കിലും അതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന നല്ല സീനിയേഴ്സാണുള്ളത്. ഇതൊക്കെയാണ് GEC കോട്ടയത്തിന്റെ വിശേഷങ്ങൾ. മറ്റൊരു കോളേജിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.